രാമായണത്തിലെ വിസ്മരിക്കപ്പെട്ട ഒരു രാജകുമാരിയുണ്ട്. ആ രാജകുമാരിയുടെ ഇതിഹാസമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഹിന്ദു ഇതിഹാസങ്ങളുടെ വിശാലമായ ലോകത്ത് ശ്രീരാമന്റെയും സീതയുടെയും വീരകഥകൾ തലമുറകളായി മുഴങ്ങുമ്പോൾ പലപ്പോഴും വിസ്മരിക്കപ്പെടുന്ന ഒരു സുപ്രധാന കഥാപാത്രമുണ്ട്, ശാന്ത. രാമന്റെ സഹോദരിയായി എല്ലാ പാരമ്പര്യങ്ങളിലും വാഴ്ത്തപ്പെടുന്ന ശാന്ത ഇതിഹാസത്തിലെ ഒരു മുഖ്യ കഥാപാത്രമല്ലെങ്കിലും അവരുടെ ജീവിതകഥ രാമായണത്തിന്റെ ഗതിയെ തന്നെ നിർണയിച്ച ഒരു ആമുഖമാണ്. ത്യാഗത്തിന്റെയും നിശബ്ദമായ ശക്തിയുടെയും പ്രതീകമായ ശാന്തയുടെ ജീവിതം അയോധ്യയിലെ രാജകൊട്ടാരത്തിൽ നിന്ന് അംഗരാജ്യത്തിലെ വരൾച്ചയുടെ ദുരിതങ്ങളിലേക്കും ഒടുവിൽ വനത്തിലെ താമസ ജീവിതത്തിലേക്കും നീളുന്ന ഒരു യാത്രയാണ്. അവരുടെ ജീവിതത്തിലെ ഓരോ സംഭവവും വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമന്റെ ജനനത്തിന് വഴിയൊരുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ശാന്തയുടെ കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അവരുടെ പ്രാധാന്യവും അതേസമയം പ്രചാരത്തിലുള്ള രാമായണ കഥകളിലെ അദൃശ്യതയുമാണ്. രാമന്റെ ജനനത്തിന് കാരണമായ പുത്രകാമേഷ്ടിയാഗം നടക്കാൻ കാരണം ശാന്തയും അവരുടെ ഭർത്താവ് ഋഷ്യശൃംഖനുമാണ്. എന്നിട്ടും രാമായണത്തിന്റെ പ്രധാന കഥാതന്തുവിൽ അവർക്ക് സ്ഥാനമില്ല. ഈ വീഡിയോയുടെ ലക്ഷ്യം വിവിധ ഗ്രന്ഥങ്ങളിലും പ്രാദേശിക പാരമ്പര്യങ്ങളിലും ചിതറിക്കിടക്കുന്ന ശാന്തയുടെ കഥയുടെ ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് അവരുടെ ജനനം മുതൽ രേഖപ്പെടുത്താത്ത അന്ത്യം വരെയുള്ള ഏറ്റവും പൂർണ്ണമായ ഒരു ചരിത്രം അവതരിപ്പിക്കുക എന്നതാണ്. ശാന്തയുടെ ഇതിഹാസം രാമായണം എന്ന മഹാഗാഥയുടെ പിന്നിലെ നിശബ്ദമായ ശക്തിയുടെ കഥയാണ്. ശാന്തയുടെ ജീവിതകഥയിലെ ഏറ്റവും സങ്കീർണവും വിവാദപരവുമായ അധ്യായം അവരുടെ ജനനത്തെക്കുറിച്ചുള്ളതാണ്. വിവിധ ഗ്രന്ഥങ്ങളിൽ നൽകുന്ന വ്യത്യസ്തമായ വിവരണങ്ങൾ അവരുടെ കഥാപാത്രത്തിന് പല മാനങ്ങൾ നൽകുന്നു. ഈ വൈരുദ്ധ്യങ്ങൾ ശാന്തയുടെ കഥയുടെ പരിണാമത്തെയും ഓരോ കാലഘട്ടത്തിലും ഇതിഹാസത്തിന് നൽകപ്പെട്ട പുതിയ വ്യാഖ്യാനങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. ശാന്തയുടെ വ്യക്തിത്വം ഒരു ദൈവശാസ്ത്രപരവും ആഖ്യാനപരവുമായ ആവശ്യകതയായി പരിണമിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആദ്യകാല ഗ്രന്ഥങ്ങളായ വാത്മീകി രാമായണത്തിന്റെ ദക്ഷിണേന്ത്യൻ പതിപ്പുകളിലും മഹാഭാരതത്തിലും ശാന്തയെ അംഗരാജാവായ ലോമപാദന്റെ മകളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നീട് വന്നതും കൂടുതൽ പ്രചാരം നേടിയതുമായ ശ്രീമദ് ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളിലും രാമായണത്തിന്റെ ഉത്തരേന്ത്യൻ പതിപ്പുകളിലും ശാന്തയെ ദശരഥന്റെ സ്വന്തം മകളായി അവതരിപ്പിക്കുന്നു. ഈ മാറ്റം യാദൃശ്ചികമല്ല. ശാന്തയെ ദശരഥന്റെ മകളാക്കുന്നതിലൂടെ കഥയ്ക്ക് വൈകാരികവും കർമ്മപരവുമായ ആഴം കൈവരുന്നു. തൻ്റെ ആദ്യത്തെയും ഏക മകളെയും ദാനം ചെയ്ത ദശരഥന്റെ മഹത്തായ ത്യാഗം അദ്ദേഹത്തിന് 4 ദിവ്യപുത്രന്മാരെ ലഭിക്കുന്നതിനുള്ള നേരിട്ടുള്ള കാരണമായി മാറുന്നു. ഇതോടെ പുത്രകാമേഷ്ടിയാഗം കേവലം ഒരു കൂലിക്കുള്ള അനുഷ്ഠാനം എന്നതിലുപരി ഒരു വ്യക്തിപരമായ കുടുംബപരമായ ത്യാഗത്തിന്റെ ഫലമായി മാറുന്നു. ഇത് ഹിന്ദു ഇതിഹാസങ്ങളുടെ ചലനാത്മക സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അംഗരാജ്യത്തെ സംഭവങ്ങളെ അയോധ്യയിൽ അരങ്ങേറുന്ന ദിവ്യ പദ്ധതിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതിന് രാമകേന്ദ്രീകൃതമായ ഇതിഹാസത്തിന് അനുയോജ്യമായ രീതിയിൽ ശാന്തയുടെ വ്യക്തിത്വം പുനർനിർമ്മിക്കപ്പെട്ടു. ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ട കഥയനുസരിച്ച് ശാന്ത കോസല രാജാവായ ദശരഥന്റെയും അദ്ദേഹത്തിന്റെ ആദ്യ പത്നി കൗസല്യയുടെയും മകളായിരുന്നു. ദശരഥന്റെ ഉറ്റ സുഹൃത്തായിരുന്നു അംഗരാജ്യത്തിലെ രാജാവായ ലോമപാദൻ. അദ്ദേഹത്തിനും പത്നി വർഷിണിക്കും, അതായത് കൗസല്യയുടെ ജ്യേഷ്ഠ സഹോദരിക്കും മക്കളുണ്ടായിരുന്നില്ല. ഒരിക്കൽ അയോധ്യ സന്ദർശിച്ച വർഷിണി തങ്ങൾക്ക് മക്കളില്ലാത്തതിലുള്ള ദുഃഖം പങ്കുവയ്ക്കുകയും
ശാന്തയെ തങ്ങൾക്ക് ദത്ത് നൽകുമോ എന്ന് തമാശയായി ചോദിക്കുകയും ചെയ്തു. എന്നാൽ ദശരഥൻ ആ വാക്ക് ഗൗരവമായി എടുക്കുകയും തൻ്റെ ഏക മകളെ ലോമപാദന് ദത്തു നൽകാൻ സമ്മതിക്കുകയും ചെയ്തു. ലോമപാദന്റെ നിസ്സഹായതയും ദശരഥന്റെയും കൗസല്യയുടെയും ദുഃഖം നിറഞ്ഞ ആ ദത്ത് കൊടുക്കൽ രംഗം പല ഗ്രന്ഥങ്ങളിലും വൈകാരികമായി വിവരിക്കുന്നുണ്ട്. രഘുകുലത്തിന്റെ വാക്ക് പവിത്രമായതിനാൽ ദശരഥൻ തന്റെ വാഗ്ദാനം നിറവേറ്റി. അങ്ങനെ ശാന്ത അംഗരാജ്യത്തിന്റെ രാജകുമാരിയായി വളർന്നു. ശ്രീമദ് ഭാഗവതം, രാമായണത്തിന്റെ ഗൗഡീയ, പാശ്ചിമ, ഉദീച്യ പാഠങ്ങൾ എന്നിവ ഈ കഥയ്ക്ക് ആധികാരികത നൽകുന്ന പ്രധാന ഗ്രന്ഥങ്ങളാണ്. ചില വിവരണങ്ങൾ പ്രകാരം ശാന്ത ഒരു പെൺകുട്ടിയായതുകൊണ്ടും സിംഹാസനത്തിന് അവകാശിയല്ലാത്തതുകൊണ്ടും പുത്രനെ ആഗ്രഹിച്ച ദശരഥന് ഈ ദത്തെടുക്കൽ രാഷ്ട്രീയമായി എളുപ്പമുള്ള തീരുമാനമായിരുന്നു എന്നും പറയപ്പെടുന്നു. ദത്തെടുക്കലിനെ കുറിച്ച് പരാമർശിക്കാതെ ശാന്തയെ അംഗരാജാവിന്റെ മകളായി മാത്രം ചിത്രീകരിക്കുന്ന ഗ്രന്ഥങ്ങളും നിലവിലുണ്ട്. വാത്മീകി രാമായണത്തിന്റെ ദക്ഷിണേന്ത്യൻ പതിപ്പുകളിൽ ദശരഥൻ ലോമപാദനോട് സംസാരിക്കുമ്പോൾ ശാന്തയെ നിന്റെ മകൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇത് ശാന്ത ലോമപാദന്റെ സ്വന്തം മകളാണെന്ന സൂചന നൽകുന്നു. മഹാഭാരതത്തിലെ വനപർവത്തിലും ലോമപാദൻ തന്റെ മകളായ ശാന്തയെ ഋഷ്യശൃംഗന് വിവാഹം ചെയ്തു കൊടുത്തു എന്ന് വ്യക്തമായി പറയുന്നു. പണ്ഡിതനായ അശോക് ചാറ്റർജിയുടെ അഭിപ്രായത്തിൽ ദശരഥൻ ശാന്തയുടെ പിതാവാണെന്ന കഥ ഉത്തരേന്ത്യൻ സംശോധകൻ പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. പുരാണ വംശാവലികളിൽ പരാമർശിക്കുന്ന അംഗരാജാവായ ദശരഥനെന്നോ ലോമപാദനെന്നോ അറിയപ്പെട്ടിരുന്ന രാജാവിനെ കോസല രാജാവായ ദശരഥനുമായി തെറ്റിദ്ധരിച്ചതാണ് ഈ കഥയുടെ ഉത്ഭവത്തിന് കാരണമെന്ന് അദ്ദേഹം വാദിക്കുന്നു. പുരാണങ്ങളിലെ വംശാവലികളുടെ സങ്കീർണതയും സ്വത്വത്തിന്റെ അയഞ്ഞ സ്വഭാവവും ശാന്തയുടെ കഥയിൽ പുതിയ മാനങ്ങൾ നൽകുന്നു. ഹരിവംശ പുരാണത്തിലും മത്സ്യപുരാണത്തിലും പറയുന്നതനുസരിച്ച് അംഗരാജാവായ ലോമപാദൻ ദശരഥൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ശാന്ത അദ്ദേഹത്തിന്റെ മകളായിരുന്നു. ഈ വൈരുദ്ധ്യത്തെ പരിഹരിക്കുന്ന ഒരു ആഖ്യാന തന്ത്രമാണിത്. ഇത് ലോമപാദന്റെ മകൾ, ദശരഥന്റെ മകൾ എന്ന് രണ്ടു വശങ്ങളെയും ഒരേ സമയം ശരിയാക്കുന്നു. ഇത് പുരാണങ്ങളിലെ വംശാവലികളുടെ കർശനമായ ചരിത്രരേഖ എന്നതിലുപരി വിഷയപരവും ബന്ധപരവുമായ ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തെയാണ് കാണിക്കുന്നത്. ഈ വൈരുദ്ധ്യങ്ങളെ പരിഹരിക്കാൻ പ്രാദേശിക പാരമ്പര്യങ്ങൾ പലപ്പോഴും അതിശയകരമായ കഥകൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സവിശേഷമായത് ബുന്ധേലി രാമായണത്തിലാണ്. ഈ കഥയനുസരിച്ച് ദശരഥൻ ഒരിക്കൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത ഒരു വനത്തിൽ പ്രവേശിക്കുകയും ഒരു സ്ത്രീയായി മാറുകയും ചെയ്തു. പിന്നീട് ഒരു പുരുഷനുമായുള്ള ബന്ധത്തിൽ ശാന്ത ജനിച്ചു. ശാന്തയുടെ ജനനശേഷം ദശരഥന് തന്റെ പുരുഷരൂപം തിരികെ ലഭിച്ചു. ഈ കഥയനുസരിച്ച് ദശരഥൻ ശാന്തയുടെ അമ്മയായിരുന്നു. ഇത് രാമായണ പാരമ്പര്യത്തിന്റെ അവിശ്വസനീയമായ വൈവിധ്യത്തെ കാണിക്കുന്നു. ശാന്തയുടെയും ഋഷ്യശൃംഗന്റെയും കഥ ധർമ്മത്തിന്റെ സന്തുലിതാവസ്ഥയെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീകാത്മക ബന്ധമാണ്. ഋഷ്യശൃംഗന്റെ തീവ്രവും ഏകാന്തവുമായ ബ്രഹ്മചര്യം അംഗരാജ്യത്ത് വളർച്ചയ്ക്കും വന്ധ്യതയ്ക്കും കാരണമായി. ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്ന രാജകുമാരിയായ ശാന്ത ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള ഉപകരണമായി മാറുന്നു. അവരുടെ വിവാഹം കേവലം ഒരു കൂടിച്ചേരലല്ല, മറിച്ച് ഒരു ദാർശനികമായ അനുരഞ്ജനമാണ്. ഋഷ്യശൃംഗന്റെ അനിയന്ത്രിതമായ ആത്മീയ ശക്തി ഏകാന്തതയിൽ വിനാശകരവും, എന്നാൽ വിവാഹത്തിലൂടെ സാമൂഹികമായി സംയോജിപ്പിക്കുമ്പോൾ സൃഷ്ടിപരവും
ജീവദായകവുമാകുന്നു. ലോകത്തെ നിഷേധിക്കുന്ന സന്യാസത്തെ സാമൂഹിക കടമകളുമായി സന്തുലിതമാക്കിയില്ലെങ്കിൽ അത് ഹാനികരമാകുമെന്ന ശക്തമായ ഒരു ഉപമയായി ഈ ആഖ്യാനം നിലകൊള്ളുന്നു. ഇത് വൈഷ്ണവ ചിന്തയിലെ ഒരു പ്രധാന വിഷയമാണ്. ഈ നിർണായക സന്തുലിതാവസ്ഥ സാധ്യമാക്കുന്ന വ്യക്തിയാണ് ശാന്ത. കശ്യപ മഹർഷിയുടെ പുത്രനായ വിഭാണ്ഡക മഹർഷിക്ക് ഒരു മാൻപേടയിൽ ജനിച്ച അത്ഭുത പുത്രനായിരുന്നു ഋഷ്യശൃംഗൻ. നെറ്റിയിൽ ഒരു കൊമ്പുമായാണ് അദ്ദേഹം ജനിച്ചത്. അതിനാൽ മാൻ കൊമ്പുള്ളവൻ എന്ന അർത്ഥം വരുന്ന ഋഷ്യശൃംഗൻ എന്ന പേര് ലഭിച്ചു. ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് മകനെ സംരക്ഷിക്കാൻ വിഭാണ്ഡകൻ തീരുമാനിച്ചു. അതിനാൽ സ്ത്രീകളെക്കുറിച്ചോ പുറം ലോകത്തെക്കുറിച്ചോ യാതൊന്നും അറിയാതെ ഋഷ്യശൃംഗൻ വനത്തിൽ വളർന്നു. ഇതേ കാലഘട്ടത്തിൽ അംഗരാജ്യത്തെ രാജാവായ ലോമപാദൻ ഒരു ബ്രാഹ്മണനെ അപമാനിച്ചതിന്റെ ഫലമായി ഇന്ദ്രകോപത്താൽ രാജ്യം കടുത്ത വരൾച്ചയിൽ അമർന്നു. രാജ്യത്തെ രക്ഷിക്കാൻ ഋഷ്യശൃംഗന്റെ പാദസ്പർശം ഒന്നു മാത്രമാണ് വഴിയെന്ന് രാജാവിന് ഉപദേശം ലഭിച്ചു. വിഭാണ്ഡകന്റെ കോപത്തെ ഭയന്നെങ്കിലും ലോമപാദൻ സുന്ദരികളായ ഗണികകളെ ഋഷ്യശൃംഗനെ വശീകരിച്ച് രാജ്യത്തേക്ക് കൊണ്ടുവരാനായി അയച്ചു. ചില പതിപ്പുകളിൽ ഈ ദൗത്യം നിർവഹിച്ചത് ശാന്ത തന്നെയാണെന്നും പറയുന്നുണ്ട്. മനോഹരമായ വസ്ത്രങ്ങൾ, സംഗീതം, സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ, ആലിംഗനങ്ങൾ എന്നിവയിലൂടെ അവർ നിഷ്കളങ്കനായ മുനികുമാരനെ ആകർഷിച്ചു. ഋഷ്യശൃംഗൻ അംഗരാജ്യത്ത് കാലുകുത്തിയ ഉടൻ ആകാശം ഇരുണ്ടുകൂടുകയും പേമാരി പെയ്യുകയും ചെയ്തു. രാജ്യം വരൾച്ചയിൽ നിന്ന് മോചിതമായി. നന്ദി സൂചകമായും മഹർഷിയെ രാജ്യത്ത് നിലനിർത്തുന്നതിനായും ലോമപാദൻ തന്റെ മകളായ ശാന്തയെ ഋഷ്യശൃംഗന് വിവാഹം ചെയ്തു കൊടുത്തു. ഈ വിവാഹം അംഗരാജ്യത്തിന് ഐശ്വര്യം നൽകുകയും രാമായണത്തിലെ അടുത്ത നിർണായകമായ സംഭവത്തിന് കളമൊരുക്കുകയും ചെയ്തു. മകനെ തട്ടിക്കൊണ്ടുപോയതിൽ കോപാകുലനായി എത്തിയ വിഭാണ്ഡക മഹർഷിയെ ലോമപാദൻ ബഹുമാന പുരസ്സരം സ്വീകരിച്ച് ശാന്തനാക്കുകയും വിവാഹത്തിന് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. ശാന്തയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന അവരുടെ ദിവ്യ സഹോദരന്മാരുടെ ജനനത്തിന് കാരണമായ പുത്രകാമേഷ്ടി യാഗം സുഗമമാക്കിയതാണ്. അയോധ്യയിൽ ദശരഥ മഹാരാജാവ് പുത്രന്മാരില്ലാതെ ദുഃഖിതനായിരുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിയായ സുമന്ത്രർ സനത്കുമാരന്റെ ഒരു പ്രവചനം ഓർമ്മിപ്പിക്കുകയും ദശരഥന്റെ മരുമകനായ ഋഷ്യശൃംഗന് മാത്രമേ പുത്രന്മാരെ നൽകാൻ കഴിയുന്ന യാഗം നടത്താൻ സാധിക്കൂ എന്നും ഉപദേശിക്കുകയും ചെയ്തു. തുടർന്ന് ദശരഥൻ അംഗരാജ്യത്തെത്തി ലോമപാദനോട് ശാന്തയെയും ഭർത്താവിനെയും അയച്ചു തരണം എന്ന് അഭ്യർത്ഥിച്ചു. ഈ പ്രയോഗം ശാന്തയ്ക്ക് ഈ ബന്ധത്തിലുള്ള കേന്ദ്രസ്ഥാനം വ്യക്തമാക്കുന്നു. ശാന്തയും ഋഷ്യശൃംഗനും അയോധ്യയിലെത്തിയപ്പോൾ കൊട്ടാരത്തിലെ സ്ത്രീകൾ തങ്ങളുടെ മകൾ തിരിച്ചു വന്നതിൽ ആഹ്ലാദിച്ചു എന്ന വിവരണവും ശാന്ത ദശരഥന്റെ പുത്രിയാണെന്ന വാദത്തിന് ബലം നൽകുന്നു. ഋഷ്യശൃംഗന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ യജുർവേദ പ്രകാരമുള്ള പുത്രകാമേഷ്ടി യാഗം അയോധ്യയിൽ ആരംഭിച്ചു. ചില പാരമ്പര്യങ്ങൾ അനുസരിച്ച് ശാന്തിയും ഈ യാഗത്തിൽ ഭർത്താവിനൊപ്പം ഒരു ഋത്വിക്കായി ഇരുന്നു, അതായത് സഹപുരോഹിതയായി ഇരുന്നു. ഇത് ശാന്തയെ കേവലം ഒരു കാഴ്ചക്കാരി എന്നതിലുപരി ദിവ്യമായ ഈ ചടങ്ങിൽ സജീവ പങ്കാളിയാക്കുന്നു. യാഗത്തിന്റെ ഒടുവിൽ അഗ്നികുണ്ഡത്തിൽ നിന്ന് യജ്ഞപുരുഷൻ, അതായത് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെടുകയും ദിവ്യമായ പായസം അടങ്ങിയ ഒരു പാത്രം ദശരഥന് നൽകുകയും ചെയ്തു. ഈ പായസം രാജ്ഞിമാർക്ക് വിഭജിച്ച് നൽകിയതിന്റെ ഫലമായി കൗസല്യയ്ക്ക് ശ്രീരാമനും, കൈകേയിക്ക് ഭരതനും, സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘ്നനും ജനിച്ചു. അങ്ങനെ ശാന്തയുടെയും ഋഷ്യശൃംഗന്റെയും ഇടപെടൽ ഒരു രാജ്യത്തിന്റെ തുടർച്ച ഉറപ്പാക്കുക മാത്രമല്ല, ഒരു യുഗത്തിന്റെ തന്നെ ഗതി മാറ്റുന്ന അവതാരത്തിന് കാരണമാവുകയും ചെയ്തു.
പുത്രകാമേഷ്ടിയാഗം എന്ന തന്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ശാന്തയുടെ ജീവിതത്തെക്കുറിച്ച് ഗ്രന്ഥങ്ങളിൽ അധികം വിവരങ്ങളില്ല. ഈ നിശബ്ദത തന്നെ അവരുടെ ത്യാഗപൂർണമായ സ്വഭാവത്തിന്റെ പ്രതിഫലനമായി വ്യാഖ്യാനിക്കാവുന്നതാണ്. രാമന്റെ ജനനത്തിന് വഴിയൊരുക്കുക എന്ന ലക്ഷ്യം പൂർത്തിയായപ്പോൾ അവർ ഇതിഹാസത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പിൻവാങ്ങി. പ്രതിഫലമോ അംഗീകാരമോ ആഗ്രഹിക്കാതെ നൽകുന്നതിന്റെ പ്രതീകമാണ് ശാന്ത. നാടോടി പാരമ്പര്യങ്ങളിലും ക്ഷേത്രങ്ങളിലെ ആരാധനാ രീതികളിലും ശാന്തയുടെ ഓർമ്മ നിലനിർത്താനുള്ള ഒരു സാംസ്കാരിക ശ്രമം കാണാം. ഇത് ഈ വിസ്മരിക്കപ്പെട്ട നായികയ്ക്ക് ഒരു തുടർ സാന്നിധ്യം നൽകുന്നു. യാഗത്തിന്റെ വിജയത്തിന് ശേഷം ശാന്തയും ഋഷ്യശൃംഗനും അയോധ്യയിലെ രാജകീയ സുഖങ്ങളിൽ തുടർന്നില്ല. തങ്ങളുടെ ലൗകികമായ കടമകൾ പൂർത്തിയാക്കി അവർ തപസ്സും ധ്യാനവുമായി വനത്തിലേക്ക് മടങ്ങി. ഇത് അവരുടെ ധാർമ്മികമായ ജീവിതചക്രത്തിന്റെ പൂർത്തീകരണത്തെ കുറിക്കുന്നു. ശാന്തയ്ക്കും ഋഷ്യശൃംഗനും മക്കളുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വിവിധ പാരമ്പര്യങ്ങൾ നിലവിലുണ്ട്. ഋഷിവംശി രജപുത്രർ എന്ന് വിളിക്കപ്പെടുന്ന സേംഗാർ രജപുത്രർ തങ്ങളുടെ പിൻഗാമികളാണെന്ന് ഒരു പാരമ്പര്യം അവകാശപ്പെടുന്നു. ഋഷ്യശൃംഗൻ ഒരു പുത്രൻ ജനിച്ചതിന് ശേഷം വനത്തിലേക്ക് മടങ്ങി വരണമെന്ന് പിതാവ് വിഭാണ്ഡകൻ വ്യവസ്ഥ ചെയ്തിരുന്നതായി ചില കഥകളുണ്ട്. മഹാവാസ്തു എന്ന ബുദ്ധമത ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന് 32 മക്കളുണ്ടായിരുന്നതായും പറയുന്നു. ശാന്തയുടെ കഥാപാത്രത്തിന് ശക്തമായ ഒരു മാന നൽകുന്ന ഒരു വിവരണം തെലുങ്ക് നാടൻ പാട്ടുകളിൽ കാണാം. കേവലം അപവാദങ്ങളുടെ പേരിൽ ഗർഭിണിയായ സീതയെ ഉപേക്ഷിച്ച സഹോദരൻ രാമനോട് ശാന്ത അതിയായി കോപിച്ചു എന്ന് ഈ പാട്ടുകൾ പറയുന്നു. പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത ഈ ഭാഗം വളരെ പ്രധാനമാണ്. ഇത് ശാന്തയ്ക്ക് ഇതിഹാസത്തിലെ നായകനെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു സ്വതന്ത്ര ശബ്ദവും ധാർമ്മിക നിലപാടും നൽകുന്നു. രാമായണത്തിലെ ഏറ്റവും വിവാദപരമായ ഒരു സംഭവത്തിന് സ്ത്രീപക്ഷ കാഴ്ചപ്പാട് നൽകുന്ന ജനകീയമായ ഒരു ഇടപെടലാണിത്. പ്രധാനപ്പെട്ട ഹിന്ദു ഇതിഹാസങ്ങളായ രാമായണമോ മഹാഭാരതമോ പ്രധാന പുരാണങ്ങളോ ശാന്തയുടെ മരണത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നില്ല എന്നത് വ്യക്തമായി പറയേണ്ടതുണ്ട്. ഇത് ഒരു വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ്. ലഭ്യമായ എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ വിഷയത്തിൽ പൂർണ്ണമായ നിശബ്ദതയാണ് കാണുന്നത്. ശൃംഗേരിയിലെ പാരമ്പര്യമനുസരിച്ച് ഋഷ്യശൃംഗന്റെ അന്ത്യത്തെക്കുറിച്ച് വിവരങ്ങളുണ്ട്. തന്റെ ജീവിത ദൗത്യം പൂർത്തിയായെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ദിവ്യമായ ധ്യാനത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ അന്ത്യസമയത്ത് ശരീരത്തിൽ നിന്ന് ഒരു പ്രകാശധാര പുറപ്പെട്ട് അദ്ദേഹം ആരാധിച്ചിരുന്ന കിഗ്ഗയിലെ ശിവലിംഗത്തിൽ ലയിച്ചു എന്ന് പറയപ്പെടുന്നു. ഭർത്താവിന്റെ അന്ത്യത്തെക്കുറിച്ചുള്ള ഈ വിശദമായ വിവരണത്തിൽ പോലും ശാന്തയുടെ വിധി എന്തായിരുന്നു എന്ന് പരാമർശിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇത് അവരുടെ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ത്യാഗപരമായ നിശബ്ദതയെ ഒന്നുകൂടി ഉറപ്പിക്കുന്നു. ശാന്തയുടെ ജീവിതകഥ പല ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്നു. അവരുടെ അന്ത്യം രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും അവരുടെ സ്വാധീനം വളരെ വലുതാണ്. അവർ നിശബ്ദമായ ത്യാഗത്തിൻ്റെയും ലോകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെയും രാമായണമെന്ന ദിവ്യനാടകത്തിന്റെ അമരക്കാരിയുടെയും പ്രതീകമാണ്. ശാന്തയുടെ പൈതൃകം നിലനിൽക്കുന്നത് സ്വന്തമായ ഒരു മഹാഗാഥയിലല്ല, മറിച്ച് അവർ തുടക്കം കുറിക്കാൻ സഹായിച്ച ഇതിഹാസത്തിലും കുളുവിലെയും ശൃംഗേരിയിലെയും ക്ഷേത്രങ്ങളിൽ അവരെ ഇന്നും ആരാധിക്കുന്ന ഭക്തരുടെ മനസ്സുകളിലുമാണ്. അങ്ങനെ ആരും പാടാത്ത ആ രാജകുമാരിയുടെ ഓർമ്മ ഇന്നും ജീവിക്കുന്നു.